വിഷമം ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ, അത് ക്വിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തികച്ചും മാനസിക വിഷമം നേരിടുന്ന തരത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് UDF അവതരിപ്പിച്ചത് മുട്ടടയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷിനെയാണ്. പക്ഷേ വൈഷ്ണ സുരേഷിൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി എന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രതികരണം നടത്തുകയാണ് വൈഷ്ണ സുരേഷ് മീഡിയ വണ്ണോട്. എന്താണ് സംഭവിച്ചത്? അല്ല, ഇപ്പോൾ നിലവിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന എൻ്റെ വോട്ട് അവർ ഇലക്ഷൻ കമ്മീഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇനി മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷണറും അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ വാർത്ത അറിയുന്നത്. നമ്മളെല്ലാം സൈറ്റ് നോക്കിയപ്പോഴും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൈറ്റ് ബ്ലോക്കായി തന്നെ കാണിക്കുമായിരുന്നു. നിങ്ങളിലൂടെയാണ് ഞാനും ഇത് അറിഞ്ഞത്. അപ്പോൾ തുടർ കാര്യങ്ങൾ എന്താണ്, ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഈ വിലാസത്തിൽ എന്ത് മിസ്റ്റേക്കാണ് വന്നത്? അല്ല, വിലാസത്തിൽ എൻ്റെ ID കാർഡ്സിലുള്ള വിലാസവും വീട്ടിലുള്ള അഡ്രസ്സും എല്ലാം കറക്റ്റാണ്, സെയിം ആണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ വോട്ട് ചെയ്തപ്പോൾ ഉള്ള വോട്ടർ പട്ടികയിലുള്ള അഡ്രസ്സും കറക്റ്റാണ്. എല്ലാം ഒരേ അഡ്രസ്സ് തന്നെയാണ്. പ്രശ്നം വന്നിരിക്കുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിലെ TC നമ്പർ, പഴയതും പുതിയതുമായിട്ടുള്ള TC നമ്പർ മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് അവർ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന TC നമ്പറിനാണ് തെറ്റ്. അവർ ആ TC നമ്പർ വെച്ചാണ് നമ്മളോട് പ്രോബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് നമുക്കിനി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അതുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ പ്രചാരണ പരിപാടികളായിട്ട് മുന്നോട്ട് പോയി ആദ്യഘട്ടം കഴിയുകയും ചെയ്തു. ആ സമയത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥി ആവാൻ പറ്റുമോ ഇല്ല എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ മനോവിഷമം തന്നെയാണ്. അല്ല, തീർച്ചയായും. കാരണം ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ വളരെയധികം കോൺഫിഡൻറ്റായി ഇറങ്ങിയ ഒരു സ്ഥലമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഞാനും അച്ഛനും അമ്മയെല്ലാം ജനിച്ച് വളർന്ന വാർഡാണിത്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരും പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതും. അപ്പോൾ അങ്ങനെ ഒരു വാർഡിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആളുകളെല്ലാം നമ്മൾ കണ്ട് സംസാരിച്ചു, അവരുടെ പരാതികളെല്ലാം കേട്ടു. വളരെയധികം മുന്നിലായിരുന്നു നമ്മൾ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്കൊരു എന്തെങ്കിലും ഒരു ചാൻസെങ്കിലും നമുക്ക് തരാമായിരുന്നു, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലെങ്കിലും. പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് തികച്ചും മാനസിക വിഷമം ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ, അത് ക്വിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തികച്ചും മാനസിക വിഷമം നേരിടുന്ന തരത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം അറിഞ്ഞ ശേഷം പാർട്ടി നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? തീർച്ചയായും. അവരെല്ലാവരും നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇന്നും ഇറങ്ങി വർക്ക് ചെയ്യണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. അത് എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ടാണ് ഞാനാണ് പറഞ്ഞത് ഇവരോടെല്ലാം നമ്മൾ ഇറങ്ങണ്ട, ജസ്റ്റ് വരട്ടെ എന്നുള്ളത്. ഇവരെല്ലാവരും രാവിലെ എന്നെ കുറേ വഴക്കും പറഞ്ഞു ഇറങ്ങാത്തതിന്. അപ്പോൾ അവരെല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുന്ന പോലെ. ഈ നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ വോട്ട് ചെയ്തതാണ്. ഈ പറഞ്ഞല്ലോ, ഇതേ അഡ്രസ്സ് തന്നെയാണ് വോട്ടർ പട്ടിക. നേരത്തെ വോട്ടർ പട്ടിക കാണിച്ചല്ലോ, അതേ അഡ്രസ്സ് തന്നെയാണ് വോട്ടർ പട്ടികയിലും ഉള്ളത്. നമ്മൾ വോട്ട് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കള്ളവോട്ട് ചെയ്തു എന്നൊക്കെ. കള്ളവോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നിലധികം വോട്ട് വേണം. ഒന്നിലധികം വോട്ടില്ല, മറ്റൊരിടത്തും വോട്ടില്ല, ഈ ഒരു വോട്ടേ ഉള്ളൂ. മാത്രമല്ല എൻ്റെ ID പ്രൂഫുകളെല്ലാം തന്നെ ഇതേ അഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് പറയുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്താണ്? പാർട്ടി തന്നെയാണ്? അത് തീരുമാനിച്ചിട്ടില്ല, പാർട്ടി തന്നെയാണ്. പാർട്ടി തീരുമാനിക്കുന്ന പോലെ നമ്മൾ മൂവ് ചെയ്യും. താങ്ക് യു. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം RB സനു, മീഡിയ 1.